പൂർണ്ണ പരാജയമാണോ പ്രതിപക്ഷ നേതാവ്? ഇനിയൊന്നും നിങ്ങൾക്ക് ആർക്കും ബോധ്യപ്പെട്ടിട്ടില്ല. ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇതേ പ്രതിപക്ഷ നേതാവിനെയാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങൾക്ക് മുമ്പ് തുടർച്ചയായി പി.വി. അൻവർ വാനോളം പുകഴ്ത്തിയിരുന്നത്. അവിടെ ആശുപത്രി ഉദ്ഘാടനത്തിന് വന്നപ്പോൾ അവിടെ ഡയാലിസിസ് സെന്ററിന് മെഷീനുകൾ നൽകുമ്പോഴൊക്കെ തന്നെ ഇതേ പ്രതിപക്ഷ നേതാവിനെ വേദിയിലിരുത്തി പി.വി. അൻവർ വാനോളം പുകഴ്ത്തിയിട്ടുണ്ട്. അപ്പോൾ മാസങ്ങൾ കൊണ്ട് ഇല്ലെങ്കിൽ ദിവസങ്ങൾ കൊണ്ട് പി.വി. അൻവറിലുണ്ടാകുന്ന നിലപാട് മാറ്റത്തെ ആളുകൾ എങ്ങനെ കാണുന്നു? ജനങ്ങൾക്കത് മനസ്സിലാവും. എപ്പോഴാണ് പി.വി. അൻവർ നിലപാട് മാറുന്നത്? ഇപ്പോൾ വലിയ കൊള്ളയും കൊള്ളിവെപ്പൊക്കെ നടത്തിയ ചില ഡോണിനെ കുറിച്ച് നമ്മൾ കാണാറുണ്ട്. അദ്ദേഹം ഡോണാണെന്നില്ല നാട്ടുകാർ പിന്നെ അറിയാം. കാരണം ഈ കവർച്ച ചെയ്ത് കൊണ്ടുവരുന്ന പൈസയൊക്കെ നാട്ടിലെല്ലാം വിതരണം ചെയ്ത് സാമൂഹിക പ്രവർത്തനങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ അത് വളരെ വളരെ സ്നേഹത്തോടെ ഇരിക്കും. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം പിന്നീടാണ് മനസ്സിലാവുക. അങ്ങനെ വി.ഡി. സതീശൻ എന്ന വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം എനിക്ക് മനസ്സിലായത് ഈ അവസാന ഘട്ടത്തിലാണ്. അദ്ദേഹത്തിന് നന്മകളുണ്ട്, അത് വേറെ ഭാഗം. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കണക്ക് കൂട്ടിയ എന്താ പറയാ ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഞാനൊരു പൊളിറ്റിക്കൽ സൈക്കോളജിയും മാസ് സൈക്കോളജിയും തിരിച്ചറിയുന്ന ആളാണ്. എൻ്റെ അടുത്ത് ഒരാൾ സംസാരിച്ച് പോകുമ്പോൾ അവൻ തിരിഞ്ഞു നടക്കുമ്പോൾ അവൻ്റെ പുറം കണ്ടാലറിയാം അവൻ്റെ മനസ്സിലെന്താണല്ലേ. ദൈവം എനിക്ക് അങ്ങനെ ഒരു അനുഗ്രഹം തന്നിട്ടുള്ളതാണ്. പക്ഷേ ഞാൻ വളരെ ഡൗട്ട്ഫുള്ളായിട്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ നിന്നിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ചുറ്റും നിന്നിരുന്ന പലരും, അദ്ദേഹത്തോട് എനിക്ക് വേണ്ടിയിരുന്ന സംസാരിച്ചിരുന്ന പലരും എനിക്ക് തന്ന ഫീഡ്ബാക്ക് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല, തെറ്റാണ്. ആ പുറത്തേക്ക് കാണുന്ന അതുപോലെയല്ല. അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞ വാക്കിന്ന് മാറില്ല എന്നൊക്കെയായിരുന്നു എന്നെ ധരിപ്പിച്ചിരുന്നത്. അവസാനം എൻ്റെ കണക്കൂട്ടലുകൾ തെറ്റാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയും ഇത്രയും ആളുകൾ ഇത്രയും കാര്യമെന്ന് പറയുമ്പം അതിലെന്തെങ്കിലും വസ്തുതയുണ്ടാകുമല്ലോ എന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്താണ് എൻ്റെ ഈ രാഷ്ട്രീയ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ